സ്നേഹവന്ദനങ്ങളെ പ്രാരംഭത്തിൽ അറിയിക്കുന്നു. ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭ ആലപ്പുഴ ഈസ്റ്റ് സെന്റർ യുവജന വിഭാഗമായ PYPAയുടെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന ലഹരി വിരുദ്ധ ബോധവൽക്കരണ സന്ദേശയാത്രയാണ് ഈ പള്ളിപ്പാട് ജംഗ്ഷനിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്. ഉച്ച മുതൽ ആലപ്പുഴ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ സഞ്ചരിച്ച് മദ്യവും മയക്കുമരുന്നും ഇതര ലഹരി പദാർത്ഥങ്ങൾ മൂലം നമ്മുടെ സമൂഹം അല്ലാത്ത പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നതിന് എതിരായി ജീവിതത്തിന്റെ സങ്കീർണമായ പ്രശ്നങ്ങളിലേക്ക് സമചിത്തതയോടെ നോക്കിക്കാണേണ്ടതിനുള്ള സന്ദേശങ്ങൾ കൈമാറിക്കൊണ്ടാണ് ഞങ്ങൾ ഈ ദേശത്തേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്. നമ്മുടെ ഭാരത മഹാരാജ്യം സ്വാതന്ത്ര്യത്തിന്റെ 78 വർഷങ്ങൾ പൂർത്തീകരിച്ച് 79ാമത് സ്വാതന്ത്ര്യ ദിനത്തിലേക്ക് എത്തിച്ചേരുമ്പോൾ ഓരോ സ്വാതന്ത്ര്യ ദിനവും കടന്നു പോകുമ്പോൾ നാം ഓർക്കേണ്ടതായ ഒരു വസ്തുത, നമ്മുടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിനായി ജീവനും ജീവിതവും ത്യജിച്ച് പോരാടിയ ധീര സമര നായകരെ സ്മരിക്കുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകേണ്ടതായ മാറ്റങ്ങൾ, കാലാകാലങ്ങളിലായി ഉണ്ടാകേണ്ട പുരോഗതി, സാങ്കേതിക വളർച്ചകൾ, അപ്പോൾ തന്നെ മനുഷ്യന്റെ ജീവിതത്തിലുണ്ടായ വ്യത്യാസങ്ങളെ കുറിച്ച് ചിന്തിക്കേണ്ടത് ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ വളരെ അത്യാവശ്യമായ കാര്യമാണ്. 1947 ഓഗസ്റ്റ് മാസം 15-ാം തീയതി ചെങ്കോട്ടയുടെ നെറുകയിൽ ഭാരതത്തിന്റെ നവഭാരതത്തിന്റെ ശില്പി എന്നറിയപ്പെടുന്ന ഭാരതത്തിന്റെ പ്രഥമ പ്രധാനമന്ത്രിയായിരുന്ന ശ്രീ ജവഹർലാൽ നെഹ്റു ത്രിവർണ്ണ പതാക ഉയർത്തിയപ്പോൾ അവസാനിക്കപ്പെട്ടത് 200 വർഷങ്ങൾ നീണ്ട ബ്രിട്ടീഷ് സാമ്രാജ്യത്വ ശക്തിയുടെ തേർവാഴ്ചയായിരുന്നു. അദ്ദേഹത്തിന്റെ ചരിത്രപ്രധാനമായ അർദ്ധരാത്രി പ്രസംഗം ഇപ്പോഴും നമ്മുടെ ഹൃദയങ്ങളിൽ അലയൊലി കൊള്ളുന്നത് ഇങ്ങനെയാണ്: ഈ അർദ്ധരാത്രിയിൽ ലോകമിറങ്ങുമ്പോൾ ഭാരതം, ഇന്ത്യ ജീവിതത്തിലേക്കും സ്വാതന്ത്ര്യത്തിലേക്കും ഉണരും. അതെ, ലോകം മുഴുവൻ ഉറങ്ങുമ്പോൾ നമ്മുടെ ഭാരത മഹാരാജ്യം ബ്രിട്ടീഷ് സാമ്രാജ്യത്വ ശക്തികളുടെ കരാളഹസ്തത്തിൽ ഞെരിഞ്ഞ വരുപ്പെട്ട സാഹചര്യത്തിൽ നിന്ന് പരമാധികാര സോഷ്യലിസ്റ്റ് മതേതര ജനാധിപത്യ റിപ്പബ്ലിക്കായി തല ഉയർത്തിപ്പിടിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകപ്പെട്ടു. പ്രിയരെ, ഈ 7 പതിറ്റാണ്ടുകൾ കഴിയുമ്പോൾ ഇന്ന് നാം ആവോളം ആസ്വദിക്കുന്ന ഈ സ്വാതന്ത്ര്യം നമുക്ക് വെള്ളിത്തളികയിൽ നമ്മുടെ കരങ്ങളിലേക്ക് നീട്ടപ്പെട്ടതായ ഒരനുഭവമല്ല. എണ്ണമറ്റ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ ജീവനും ജീവിതവും അവരുടെ ചുടുചോരയും രാജ്യത്തിന് വേണ്ടി നൽകിക്കൊടുത്തുകൊണ്ട് അവരുടെ അചഞ്ചലമായ ധീരോദാത്തമായ മനോഭാവത്തിലൂടെ മാതൃരാജ്യത്തോടുള്ള ആഴമായ സ്നേഹത്തിലൂടെയാണ് ഈ സ്വാതന്ത്ര്യം നമുക്ക് നേടിയെടുക്കുവാൻ കഴിഞ്ഞത് എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. 1857 ബ്രിട്ടീഷ് സൈന്യത്തിനെതിരെയുള്ള കലാപകാലത്ത് അതിശക്തമായി പോരാട്ട വീര്യത്തോടെ പോരാടിയ റാണി ലക്ഷ്മിഭായിയുടെ വീര്യവും രാജ്യസ്നേഹത്തിന് വേണ്ടി പുഞ്ചിരിയോട് തൂക്കുകയറിന് നേരിട്ട വീര ഭഗത് സിംഗിന്റെ ത്യാഗവും അഹിംസയുടെയും തത്വചിന്തയുടെയും നിയമലംഘനങ്ങളുടെയും ഒക്കെ അനുഭവങ്ങളിലൂടെ നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിന്റെ ആണിക്കല്ലായി മാറ്റപ്പെട്ട മഹാത്മാഗാന്ധിയുടെ ധീരോദാത്തമായ അർപ്പണത്തിന്റെയും ഒക്കെ ഫലമായി സൂര്യനസ്തമിക്കാത്ത സാമ്രാജ്യത്തെ വളരെ ചുറുചുറുക്കോടെ ധൈര്യത്തോടെ വിറപ്പിച്ച സുഭാഷ് ചന്ദ്രബോസിന്റെ, ചന്ദ്രശേഖർ ആസാദിന്റെ ഒക്കെ മനോധൈര്യവും തുടങ്ങി ചെറുതും വലുതുമായ നിരവധി സമരസേനാനികളുടെ പോരാട്ട വീര്യത്തിന്റെ അനന്തരഫലമായിട്ടാണ് നമ്മുടെ ഈ ഭാരത മഹാരാജ്യം
സ്വാതന്ത്ര്യത്തിന്റെ വെള്ളിക്കൊടി പാറിച്ചുകൊണ്ട് ലോകരാജ്യങ്ങൾക്ക് മുമ്പിൽ തല ഉയർത്തിപ്പിടിച്ചു നിൽക്കുന്നത്. നമ്മുടെ ഭാരതത്തിന്റെ ഏറ്റവും വലിയ, ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായിരിക്കുന്ന ഭാരതത്തിന്റെ, സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കായിരിക്കുന്ന, മതേതര രാജ്യമെന്ന് അഭിമാനിക്കുന്ന ഈ രാജ്യത്തിന്റെ ഐക്യവും അഖണ്ഡതയും ഒരുമയുമൊക്കെ മറ്റ് രാജ്യങ്ങൾക്ക് മുമ്പിൽ എന്നും അഭിമാനിക്കത്തക്ക നിലയിലുള്ള ഒരു വസ്തുതയാണ്, ഒരു യാഥാർത്ഥ്യമാണ്. എന്നാൽ 21ാം നൂറ്റാണ്ടിന്റെ ഉച്ചസ്ഥായിയിലേക്ക് നാം ഓരോരുത്തരും എത്തപ്പെടുമ്പോൾ സാങ്കേതിക വിദ്യകൾ വളർന്നു, ശാസ്ത്രം പുരോഗമിച്ചു, കാലാകാലങ്ങളായി മനുഷ്യരാശിയുടെ ജീവിത സാഹചര്യങ്ങൾ മെച്ചപ്പെടുന്ന അനുഭവങ്ങൾ ഉണ്ടായി മാറ്റപ്പെട്ടു. എന്നാൽ പ്രിയരെ, ചോദിക്കട്ടെ, പറയട്ടെ, 79 വർഷങ്ങളിലേക്ക് നാം എത്തപ്പെടുമ്പോൾ നമ്മുടെ ഈ ഭാരതത്തിന്റെ, അല്ലെങ്കിൽ നമ്മുടെ ഈ കൊച്ചു കേരളത്തിന്റെ സാമൂഹിക വ്യവസ്ഥിതിക്ക് ആത്യന്തികമായ ഒരു മാറ്റം ഭവിച്ചിട്ടുണ്ടോ എന്നുള്ളത് ചിന്തനീയമായ ഒരു ചോദ്യമാണ്. ശാസ്ത്രം ഇത്രയധികം പുരോഗമിച്ചിട്ടും മനുഷ്യൻ ജാതിയുടെ പേരിൽ, മതത്തിന്റെ പേരിൽ, വിശ്വസിക്കപ്പെടുന്ന ആശയ ആദർശങ്ങളുടെ പേരിൽ, രാഷ്ട്രീയ പാർട്ടികളുടെ പേരിൽ ഒക്കെ യാതൊരുവിധമായ പാരസ്പര്യ ബഹുമാനമില്ലാതെ ഏകോദര സഹോദരങ്ങളെ പോലെ ജീവിക്കേണ്ടത് മറന്നിട്ട് പരസ്പരം പോരടിക്കുന്ന, വെല്ലുവിളിക്കുന്ന, ആക്രമിക്കുന്ന, ആയുധങ്ങൾ കൊണ്ട് സംസാരിക്കുന്ന അവസ്ഥാവിശേഷത്തിലേക്ക് നമ്മുടെ ഈ കാലഘട്ടം മാറിക്കഴിഞ്ഞത് വേദനാജനകമായ ഒരു വസ്തുതയാണ്. നിൽക്കട്ടെ, നമ്മുടെ ഈ കൊച്ചു കേരളത്തിന്റെ മനോഹരിതയിലേക്ക് വന്നാൽ പച്ചപ്പട്ട് പുതച്ചു കിടക്കുന്ന വയലേലകൾ, കളകളാരവം മുഴക്കിയെടുക്കുന്ന പുഴകൾ, രമ്യമനോഹരമായ ഗിരിശൃംഗങ്ങൾ, സാക്ഷരതയിൽ, സാംസ്കാരിക തന്മയിൽ ഇന്ത്യ മഹാരാജ്യത്തെന്നും തലയെടുപ്പോടെ നിൽക്കുന്ന നമ്മുടെ ഈ കൊച്ചു കേരളത്തിന്റെ ഈ മലയാളി തനിമയെ നോക്കിക്കൊണ്ട് വൈദേശികർ പ്രകാരം പാടി കേരളം ദൈവത്തിന്റെ സ്വന്തം നാട്. എന്നാൽ നൂറ്റാണ്ടുകൾക്ക് മുൻപ് ദീക്ഷണശാലിയായ സ്വാമി വിവേകാനന്ദൻ കേരളത്തെ നോക്കി ഈ പ്രകാരം പറഞ്ഞു: കേരളം ഒരു ഭ്രാന്താലയമാണ്. എന്തുകൊണ്ട് അദ്ദേഹം അങ്ങനെ പറഞ്ഞു? ആ കാലഘട്ടത്തിലെ ദുഷ്പ്രഭുത്വത്തിനെതിരെ, ജന്മത്ത വ്യവസ്ഥിതികൾക്കെതിരെ, അടിമ വ്യവസ്ഥിതികൾക്കെതിരെ, ജന്മത്ത കുടിയാൻ വ്യവസ്ഥിതികൾക്കെതിരെ, അയിത്തത്തിനെതിരെ ഒക്കെ അദ്ദേഹം വളരെ വ്യക്തമായ കാഴ്ചപ്പാടോടുകൂടിയാണ് അങ്ങനെ പറഞ്ഞത്. എന്നാൽ നമ്മുടെ നവീകരണ നായകന്മാർ, നവോത്ഥാന നായകന്മാർ, ഏകാളിയെ പോലെയുള്ള, ശ്രീനാരായണ ഗുരുവിനെ പോലെയുള്ള ചരിത്ര നായകന്മാർ ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾക്കെതിരെ അതിശക്തമായി പോരാടുകയും അതിനെതിരെ സംസാരിക്കുകയും ചെയ്തുകൊണ്ട് കാലഘട്ടത്തിന് ഇരുളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിക്കുന്ന സാഹചര്യങ്ങൾ ഉടലെടുക്കപ്പെട്ടു. ആ കാലഘട്ടത്തിൽ ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മഹാകവി ശ്രീ വയലാർ രാമവർമ്മ അശ്വമേധം എന്ന് പറഞ്ഞൊരു കവിത ഇങ്ങനെ രചിച്ചു: ആരൊരാളൻ കുതിരയെ കെട്ടുവാൻ, ആരൊരാളൻ മാർഗം മുടക്കുവാൻ, ദിഗ്വിജയത്തിന് സർഗശക്തിയോ ഈ കുതിരയെ വിട്ടയക്കുന്ന ഞാൻ. എന്തൊരു ഉത്സാഹമാണ് അതിൻ കാലുകളിൽ, എന്തൊരു ഉന്മേഷമാണ് കണ്ണുകളിൽ. വെട്ടി വെട്ടി പ്രകൃതിയെ വല്ലിട്ട് വെച്ച് നേടിയതാണതിൻ സിദ്ധികൾ. കുഞ്ഞിരാമങ്ങൾ തുള്ളിച്ച് തുള്ളിച്ച് പായുന്ന കുതിരയെ പോലെ ലോകത്തെ കീഴ്മേൽ മറിക്കുവാൻ ഉതകുന്ന പ്രയോജനീഭവിക്കേണ്ട യുവതലമുറ, കാലഘട്ടത്തിന് മാറ്റം വരുത്തേണ്ടതായ യുവതലമുറ. പണ്ടത്തെ കാലത്തെ പട്ടിണി മാറി, പണ്ടത്തെ കാലത്തെ രാഷ്ട്രീയ സാമൂഹിക വ്യവസ്ഥിതികൾ മാറി. നാം പുരോഗമനത്തിന്റെ പാതയിലാണെന്ന് പറയുന്നു. എന്നാൽ ഇതിനെയൊക്കെ തച്ചുതകർത്തുകൊണ്ട് മുക്കാൽ ചക്രത്തിന്റെ ലഹരി സിരയിലേക്ക് കുത്തിക്കയറ്റിയിട്ട്, മദ്യത്തിന്റെ ആസക്തിക്കകത്ത് വീണിട്ട് ഏതൊരു കുറ്റകൃത്യം എടുത്താൽ ആ പത്രമാധ്യമത്തിലെ വാർത്തയുടെ അവസാനം വരെ ഇങ്ങനെയായിരിക്കും രേഖപ്പെടുത്തുക: ഈ കാര്യം ചെയ്തപ്പോൾ പ്രതി മദ്യത്തിന്റെ ലഹരിയിലായിരുന്നു, മയക്കുമരുന്നിന്റെ ലഹരിയിലായിരുന്നു. അപ്പനെ കൊല്ലുന്ന മക്കൾ, മക്കളെ കൊല്ലുന്ന അമ്മയപ്പന്മാർ, പിഞ്ചുകുഞ്ഞുങ്ങൾ, മുതുമുത്തശ്ശിമാർ, ഭോഗാസക്തിക്ക്, യൗവനങ്ങളുടെ തീക്ഷ്ണമായ ഭോഗാസക്തിക്ക് മുമ്പിൽ തെരുവുകളിൽ പിച്ച ചീന്തപ്പെടുന്ന അവസ്ഥാവിശേഷം ഉടലെടുക്കുകയാണ്. മലയാളി മനസ്സിന്റെ ഹൃദയത്തുടിപ്പുകളെ വെട്ടിക്കീറിക്കൊണ്ടാണ് കഴിഞ്ഞ ദിവസം ഒരു വാർത്ത പുറത്തു വന്നത്. നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ 30 വയസ്സുള്ള ചെറുപ്പക്കാരൻ 9 മാസം ഉദരത്തിനകത്ത്
ഇട്ട് വളർത്തി ബന്ധവാസം വെച്ച സ്വന്തം അമ്മയെ ബലാത്കാരം ചെയ്തു എന്ന വാർത്ത അതിന്റെ അവസാനം ഇങ്ങനെ എഴുതി, അവൻ മയക്കുമരുന്നിന് അടിമയാണ്. ഡൽഹിയിൽ നമ്മൾ വായിച്ചു, സ്വന്തം അമ്മയെ പലതവണ മയക്കുമരുന്നിന് അടിമയായ മകൻ ബലാത്കാരം ചെയ്ത അവസാനം സഹികെട്ടയ പൊന്നമ്മ അവനെ വെട്ടിക്കൊന്നു. എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഇവിടെ ഉടലെടുക്കപ്പെടുന്നത്. ജനിപ്പിച്ച മകളെ കാമക്കണ്ണുകളോട് നോക്കുന്ന കഴുകൻ കണ്ണുകൾ ഉണർന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങൾ. ഇതിന്റെയൊക്കെ പിന്നിലെ ചേതാവികാരം എന്ന് പറയുന്നത് മനുഷ്യന്റെ മുമ്പിൽ ഉടലെടുത്തിരിക്കുന്ന ഈ മദ്യപാനത്തിന്റെ ആസക്തിയാണ് എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. അതേ പ്രിയരെ, വിവര സാങ്കേതിക വിദ്യകൾ വർദ്ധിച്ചു, രാജ്യപുരോഗതിയിലേക്ക് തല ഉയർത്തിപ്പിടിച്ച് കടന്നുപോയി, വിദ്യാഭ്യാസമുണ്ടായി. ഇതെല്ലാം ഉണ്ടെങ്കിലും സങ്കീർണമായ പ്രശ്നങ്ങളിൽ നിന്ന് പുറത്തു വരുവാൻ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് കഴിയുന്നില്ല. ലഹരിക്കടിമകളാകുന്ന സാഹചര്യം, ആത്മഹത്യക്ക് അഭയം തേടുന്ന സാഹചര്യം, പ്രതിസന്ധികളെ നോക്കി അതിനെ വെല്ലുവിളിച്ചുകൊണ്ട് അതിന് നേരെ കൈയോങ്ങിക്കൊണ്ട് ജീവിതത്തെ ദർശനത്തോടെ നോക്കിക്കാണുവാൻ, ജീവിതത്തെ പുതിയ ദിശാബോധത്തോടെ പുതിയ മാനത്തോടെ നോക്കിക്കാണുവാൻ കഴിയാത്ത തരത്തിൽ നമ്മുടെ യൗവനക്കാരുടെ, നമ്മുടെ പ്രിയപ്പെട്ടവരുടെയൊക്കെ ജീവിത സാഹചര്യങ്ങൾ മാറിക്കഴിഞ്ഞു. അക്രമത്തിന്റെ, കൊലപാതകത്തിന്റെ, ആത്മഹത്യയുടെ, ലഹരിയുടെ മാർഗങ്ങളിലൊക്കെ അവർ അവസാനം എത്തിച്ചേരുകയാണ്. മുൻപ് കേട്ടിട്ടില്ലാത്തതുപോലെ MDMA പോലെയുള്ള, മെത്ത് പോലെയുള്ള രാസലഹരികൾ ഉപയോഗിക്കുന്ന യൗവനക്കാരുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്വാതന്ത്ര്യം 79 വർഷങ്ങൾ ഇങ്ങനെ പറഞ്ഞില്ലേ, ബന്ധനം കാത്തല കൂട്ടിലാണെങ്കിലും ബന്ധനം തന്നെ. ഏത് സ്വർണത്തിന്റെ കൂട്ടിലാണെങ്കിലും പക്ഷിക്ക് ബന്ധനമാണ്, തുറക്കാൻ കഴിയുന്നില്ല. എന്നാൽ ലഹരിയുടെ കരാളഹസ്തത്തിൽ എറിഞ്ഞമർന്നുകൊണ്ട് സ്വയം നിൽക്കുന്ന ലഹരിയുടെ ഇരുമ്പഴിക്കുള്ളിൽ ജീവിതം തകർത്തുകളയുന്ന സാഹചര്യത്തിലേക്ക്, അവസ്ഥാവിശേഷത്തിലേക്ക് ഈ യുവതലമുറ മാറിക്കൊണ്ടിരിക്കുമ്പോൾ ചോദിക്കാൻ പ്രിയരെ, എങ്ങനെ മാറ്റം വരുത്താൻ കഴിയും? എങ്ങനെ ഈ കുടുംബങ്ങളിലേക്ക് കവലച്ചട്ടമ്പികൾ ഉയരുന്ന, ഗുണ്ടകൾ ഉണ്ടാകുന്ന, അക്രമകാരികൾ ഉണ്ടാകുന്ന നമ്മുടെ സമൂഹത്തിന് എങ്ങനെ ഒരു മാറ്റം വരുത്തുവാൻ കഴിയും? ആളുകൾ പറയും, വിദേശ രാജ്യങ്ങളിലെ നിയമം ഇവിടെ വരണം. പല്ലിന് പല്ല്, കണ്ണിന് കണ്ണ്, തലയ്ക്ക് തല, ജീവന് ജീവൻ. എങ്ങനെയാണെങ്കിലും മനുഷ്യന് ചെയ്യുന്ന തെറ്റിന് തക്കതായ ശിക്ഷ കൊടുത്താൽ ഇവരൊക്കെ മാറ്റം വരുമെന്ന് എല്ലാവരും പറയാറുണ്ട്. ലൈംഗികമായി പീഡിപ്പിച്ചാൽ പറയും, അവന്റെ അവയവം കട്ട് ചെയ്ത് കളഞ്ഞാൽ ഇതിനൊരു മാറ്റം വരുമെന്ന്. പക്ഷേ എത്രയെത്ര നിയമങ്ങൾ കഠിനമാക്കിയാലും, എത്ര തടവറകൾ അതിശക്തമായി ലോക്കുകൾ ആപത്തിലിട്ട് പൂട്ടിയാലും മനുഷ്യന് ശാശ്വതമായ മാറ്റം വരുന്നില്ല. തെളിവ് തരാം. കഴിഞ്ഞ ദിവസം ആ ഒരു സബ് ജയിലിൽ നിന്ന് റിമാൻഡിലായിരുന്ന പ്രതി അദ്ദേഹം ജാമ്യം തേടി പുറത്തു വന്നപ്പോൾ ഇങ്ങനെ കണ്ടു, ഒരു ഗ്ലാമർ ബൈക്ക് അദ്ദേഹം മോഷ്ടിച്ച് അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് പോയിരിക്കുകയാണ്. അപ്പൊ ജയിലിലിട്ടാൽ മാറ്റം വരുമെങ്കിൽ തിരിച്ചോട്ടോ പിടിച്ചു പോകണം, അല്ലെങ്കിൽ ബസ്സിൽ കയറി പോകണം. പക്ഷേ അവന്റെ തലച്ചോറിനകത്തുണ്ടായത് എങ്ങനെയെങ്കിലും മോഷണം അതിന് മാറ്റമില്ല. ചെന്താമര, പാലക്കാട് ചെന്താമര നമുക്കറിയാം. ആ ഭാര്യയെയും ഭർത്താവിനെയും കൊന്നുകളഞ്ഞു. അവന് വെളിയിലിറങ്ങുമ്പോൾ ആളുകളെ പറയുകയാണ്, ഞാൻ പുറത്തു വന്നാൽ നിന്നെയും തീർക്കും, എന്റെ ജീവിതം നശിപ്പിച്ചവരെ ഞാൻ അവസാനിപ്പിക്കും. മാറ്റം വരുന്നില്ല. അപ്പോൾ ശിക്ഷകൾ കൊണ്ട് മനുഷ്യന് മാറ്റം വരുന്നില്ല. കുറ്റമില്ലാത്ത മനുഷ്യരില്ല. കുറ്റങ്ങൾക്ക് നേരെ ശിക്ഷ കൊടുക്കേണ്ടത് സമൂഹത്തിന്റെ നീതിയാണ്, സാമൂഹിക വ്യവസ്ഥിതിയാണ്. എന്നാൽ പ്രിയരെ, ശിക്ഷ എന്നത് കുറ്റങ്ങളുടെ നേർക്ക് തിരിച്ചു വച്ചിരിക്കുന്ന, തീ തുപ്പുന്ന ഒരായുധം മാത്രമാണ്. ശിക്ഷ കൊടുക്കുമ്പോൾ പിന്നെയും കുറ്റം ചെയ്യാനുള്ള വാസന അവരിൽ ട്രിഗർ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നതാണ് വാസ്തവം. എന്നാൽ ഈ മനുഷ്യൻ ലഹരിക്കടിമയാകുന്നതിന്, അക്രമം ചെയ്യുന്നതിന്, കൊലപാതകം ചെയ്യുന്നതിന്, ആത്മഹത്യാ പ്രവണതയിലേക്ക് പോകുന്നത്, അനിയന്ത്രിതമായ കാമാസക്തിയിൽ വീണുപോകുന്നതിന്റെ പിന്നിലെ പ്രധാന കാരണമെന്ന് പറയുന്നത് കുറ്റത്തെ കുറ്റവാസനയുമായി ബന്ധിപ്പിക്കാതെ അതിന്റെ ബാഹ്യരൂപമായ തെറ്റിലേക്ക് മാത്രം മനുഷ്യൻ ശ്രദ്ധ പതിപ്പിക്കുന്നതാണ് അതിന് കാരണം. അപ്പോൾ ചോദിക്കട്ടെ പ്രിയരെ, നേരായ വഴിയിൽ നിന്ന് മാറിപ്പോയ ഒരുത്തരെ
അവന് മാറ്റം വരുത്തി അവനെ നേരിന്റെ പാതയിലേക്ക് എത്തിക്കുന്നതല്ലേ ശരിയായ മാർഗമെന്ന് ചോദിച്ചാൽ, അവന്റെ അകത്തളങ്ങളിൽ രൂഢമൂലമായിരിക്കുന്ന ഈ കുറ്റവാസനയെ വേരോടെ പിഴിഞ്ഞു കളഞ്ഞാൽ അവനൊരു മാറ്റം വരുമെന്നുള്ളത് യാഥാർത്ഥ്യമാണ്. എന്താ തെളിവ്? തെളിവ് ഞങ്ങൾക്ക് പറയാൻ ഒന്നും എഴുതി കാണിക്കാനില്ല, വീഡിയോ കാണിക്കാനില്ല, ഏതെങ്കിലും പ്രമാണങ്ങൾ ഞങ്ങൾക്ക് പറയാനില്ല. എന്റെ ചുറ്റും അണിനിരന്നിരിക്കുന്ന ഈ ചെറുപ്പക്കാരോട് ഓരോരുത്തരെയും വിരൽ ചൂണ്ടിക്കൊണ്ട് തെളിവായി ഞാൻ കാണിക്കാം. ഇന്നലകളിൽ പാപത്തിന്റെ അടിമച്ചങ്ങലയ്ക്കകത്ത് നിന്ന് പുറത്തു വരാൻ കഴിയാതെ വീട് തകർന്ന ജീവിത സാഹചര്യത്തിന്റെ അകത്ത് നിന്ന് ഞങ്ങളെ പുറത്തു കൊണ്ടുവന്ന ഒരേ ഒരു സന്ദേശമേ ഉള്ളൂ. അതാണ് ഞങ്ങൾ ഉയർത്തുന്ന സത്യസുവിശേഷത്തിന്റെ സനാതനമായ യേശു ക്രിസ്തുവിന്റെ സന്ദേശം എന്ന് പറയുന്നത്. അതേ സ്നേഹിതരെ, ഈ കുറ്റവാസനയെ, ഈ പാപത്തെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് എടുത്തു മാറ്റുവാൻ ഈ ഉലകത്തിലെ ഒരു ശക്തിക്കും കഴിയത്തില്ല, ഒരു രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കും കഴിയത്തില്ല, ഈ ലോകത്തിലെ ഒരു തത്വസംഹിതകൾക്കും കഴിയത്തില്ല, ഒരു മതബോധനങ്ങൾക്കും കഴിയത്തില്ല, ഒരു ജൈലറകൾക്കും കഴിയത്തില്ല, ഒരു വിപ്ലവ വീരന്മാർക്കും കഴിഞ്ഞിട്ടില്ല. എന്നാൽ ഉലക ചരിത്രത്തിൽ ഇന്നേ നാഴികയിൽ ഞാൻ പ്രസംഗിക്കുമ്പോൾ ഇന്നേക്ക് 2000 വർഷങ്ങൾക്ക് മുൻപ് മാനവകുലത്തിന്റെ പാപത്തെ തച്ചുവെച്ച് പാപത്തിന്റെ ശക്തിയെ മാറ്റിക്കളഞ്ഞിട്ട് അവനെ പുതിയ ജീവിതത്തിന് ഉടമയാക്കി മാറ്റുവാൻ കഴിഞ്ഞൊരു സന്ദേശം അത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ മാറ്റമില്ലാത്ത സന്ദേശമാണ്. യേശു എങ്ങനെയാ മാറ്റം വരുത്തുന്നത്? യേശു എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിന് മാറ്റം വരുത്തുന്നത്? ഇവിടെയുള്ള പല ആളുകളും പറയാറുണ്ട്, യേശു ക്രിസ്തു ഒരു വിപ്ലവകാരിയാണ്, യേശു ക്രിസ്തു ഒരു വിപ്ലവ സ്ഥാനീയനാണെന്നൊക്കെ പറയാറുണ്ട്. എന്നാൽ ഞാൻ പറയട്ടെ, അവൻ ചെഞ്ചോരയാൽ സന്ധ്യകൾ ചുമപ്പിച്ച അക്ഷരീക വിപ്ലവ സ്ഥാനീയനല്ല. അവൻ ആരായിരുന്നു? അവൻ വിമോചകനാണ്. അവൻ ആരുടെ വിമോചകനാണ്? പാപത്തിന്റെ അന്ധകാരത്തിന്റെ അകത്ത്, പാപച്ചങ്ങലക്കകത്ത് കിടക്കുന്ന എന്റെയും നിങ്ങളുടെയും വിമോചകനാണ് കർത്താവായ യേശു ക്രിസ്തു. യേശുവിനെ വിമോചനം നടത്തിയത് യേശു തടവറകളെ ഭേദിച്ചുകൊണ്ടല്ല വിമോചനം നടത്തിയത്. യേശു ആയുധമെടുത്തല്ല വിമോചനം നടത്തിയത്. യേശു ആരെയും കൊല്ലുവാൻ പ്രേരിപ്പിച്ചുകൊണ്ടല്ല വിമോചനം നടത്തിയത്. നീതിന്യായ വ്യവസ്ഥിതികളെ തച്ചു തകർത്തുകൊണ്ടല്ല യേശു വിമോചനം നടത്തിയത്. യേശു വിമോചനം നടത്തിയത് തന്റെ സ്വന്തം രക്തം മാനവകുലത്തിന്റെ പാപത്തിനു വേണ്ടി ഊറ്റിക്കൊടുത്തുകൊണ്ടാണ്. അതേ സ്നേഹിത, താങ്കളുടെ ജീവിതത്തിൽ താങ്കളുടെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ യേശുവിന്റെ രക്തം അത് പര്യാപ്തമാണ്. വിശുദ്ധ വേദപുസ്തകത്തിൽ പറയുന്നു, കർത്താവായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുവാൻ പര്യാപ്തമാണ്. വേദപുസ്തകത്തിൽ വിളിച്ചു പറയുന്നു, മനുഷ്യൻ രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമം അത് യേശുവിന്റെ നാമമാണ്. വീണ്ടും പറയുന്നു, ദൈവത്തിന്റെ ഏകജാതനായ പുത്രനായ യേശുവിനെ വിശ്വസിക്കുന്ന ഏവരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം യേശുവിനെ നൽകുവാൻ തക്കവണ്ണം ഈ ലോകത്തെ അല്ല എന്നെയും നിങ്ങളെയും സ്നേഹിച്ചു. സ്നേഹിത, താങ്കളുടെ ജീവിതം ഒരു പരാജയത്തിലാണെന്ന് ചിന്തിക്കുന്നുണ്ടോ? അനിയന്ത്രിതമായ മദ്യപാനാസക്തിയിൽ നിന്ന് പുറത്തു വരാൻ കഴിയാത്തതുപോലെ വല്ലാതെ ബാധിക്കപ്പെട്ട സാഹചര്യമാണോ? ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, മന്ത്രങ്ങൾ, തന്ത്രങ്ങൾ, പണം ഒക്കെ മുടക്കിയിട്ടും രക്ഷ നേടാൻ കഴിയാത്ത, മോക്ഷം നേടാൻ കഴിയാത്ത സാഹചര്യത്തിൽ കൂടെ ആരെങ്കിലും കടന്നു പോകുന്നുണ്ടോ? ആത്മഹത്യ മാത്രമാണ് ഇനിയൊരു പോംവഴി എന്ന് ചിന്തിക്കുന്ന ആരെങ്കിലും ഞങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ടോ? സ്നേഹിത, യേശുവിന് തങ്ങളുടെ ജീവിതത്തെ മാറ്റം വരുത്തുവാൻ കഴിയും. യേശുവിന് താങ്കളുടെ ജീവിതത്തെ വ്യത്യാസം വരുത്തുവാൻ കഴിയും. യേശുവിന് താങ്കളുടെ ജീവിതത്തിന് പുതിയ ദിശാബോധം നൽകുവാൻ കഴിയും. യേശുവിന് താങ്കളുടെ പാപത്തെ മോചിക്കുവാൻ കഴിയും. ആര് യേശുവിന്റെ അടുക്കലേക്ക് കടന്നു വരുന്നോ? പേര് മാറണ്ട, മതം മാറണ്ട, ആയിരിക്കുന്ന സാഹചര്യങ്ങളിൽ നിന്ന് മാറണ്ട. ഇന്ന് നിങ്ങളായിരിക്കുന്ന ഈ അനുഭവത്തിൽ നിന്നുകൊണ്ട് നിങ്ങളുടെ വലത് കരത്തോട് ചേർത്ത്, യേശുവേ, അങ്ങന്റെ പാപത്തിന് വേണ്ടി മരിച്ചു എന്നും അടക്കപ്പെട്ടുവെന്ന് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു എന്നും എന്റെ പാപത്തിന് ശാശ്വതമായ പരിഹാരം
ഈ പ്രശ്നങ്ങൾക്കെല്ലാം ശാശ്വതമായ പരിഹാരം കർത്താവായ യേശു ക്രിസ്തുവിൽ മാത്രമാണെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുവാൻ നിങ്ങൾക്ക് കഴിയും. അതേ സ്നേഹിതരെ, ഈ ചെറുപ്പക്കാരോട് ചോദിച്ചാൽ അവർ ഓരോരുത്തരും പറയും, ഞങ്ങളുടെയൊക്കെ ജീവിതത്തെ മാറ്റിയത്, ഞങ്ങളുടെയൊക്കെ ജീവിതത്തെ മാറ്റിമറിച്ചത് ഈ കർത്താവിന്റെ സ്നേഹമാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ കല്ലെറിയാൻ, KSRTC ബസിന്റെ ചില്ലടിച്ചു പൊട്ടിക്കാൻ, ബിവറേജിന് മുമ്പിൽ ക്യൂ നിൽക്കാൻ, സമരത്തിന് കൊടിപിടിക്കാൻ, ആയുധങ്ങൾ കൊണ്ട് വടിവാൾ വീശി മറ്റുള്ളവരെ ഭീതിയിലാഴ്ത്താൻ ഞങ്ങളുടെ ചെറുപ്പക്കാരെ ആരും നിങ്ങൾ കാണാത്തത്. കാരണം മതത്തിനപ്പുറം, ജാതിക്കപ്പുറം ഞങ്ങളുടെ ജീവിതത്തെ മാറ്റിയത്, ഞങ്ങളുടെ ഹൃദയത്തെ മാറ്റിയത്, ഭാവമംഗലമായി ഞങ്ങളുടെ ജീവിതത്തെ കഴുകിപിടിപ്പാക്കിയത് ഈ കർത്താവായ യേശു ക്രിസ്തുവിന്റെ സ്നേഹം മാത്രമാണ്. ആ യേശുവിലേക്ക് ഹൃദയപൂർവ്വം എന്റെ പ്രിയപ്പെട്ടവരെല്ലാം സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം അറിയിക്കുന്നു. ഗോഡ് ബ്ലെസ് യു.